ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമുകളിൽ യൂസ് ചെയ്യുന്ന പുതിയ മോഡൽ ടൈപ്പായ ഡൈവർട്ടർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഡൈവർട്ടറാണ്, ജാഗ്വാറിൻ്റെ ഡൈവർട്ടറാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ബ്ലൂ മാർക്കിംഗ് കണ്ടോ, അപ്പുറത്ത് റെഡ് മാർക്കിംഗ് കണ്ടോ. ഈ ബ്ലൂ മാർക്കിംഗ് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് തണുത്ത വെള്ളവും റെഡ് മാർക്കറ്റ് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ചൂടുവെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ആ ലിവർ വലിക്കുന്നതിൻ്റെ പൊസിഷനാണ് അത് കറക്റ്റായിട്ട് മറിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഷവറിലേക്കുള്ള ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമുക്ക് വരുന്നത് സ്പൗട്ട്, അതായത് നമ്മൾ ഉദ്ദേശിച്ച ടാപ്പ് ലെവലിൽ ഒറ്റ സ്പൗട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചൂടുവെള്ളം പച്ചവെള്ളം നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ സ്പൗട്ടിന് പ്രത്യേകത കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാൻഡ് ഷവർ കൂടി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ സ്പൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷവറുണ്ട്, റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. റെയിൻ ഷവർ ജാഗ്വാറിൻ്റെ തന്നെയാണ് ഫിറ്റിങ്സ് വന്നിരിക്കുന്നത്. മൊത്തം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ നോക്കുക, റൈറ്റ് സൈഡ് പൊക്കിയതിന് ശേഷം ഉണ്ടാകും ഈ അവസ്ഥയിൽ ഓഫായിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ഉണ്ട് ആ നീല റോട്ടുള്ള സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം കിട്ടും. അതിനുശേഷം ഓഫ് ചെയ്യുക. അതിനുശേഷം ആ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി പൊക്കി ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് പൊക്കി ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി എടുക്കണം. പൊക്കി എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടും. ഇത് നമുക്ക് ചൂടുവെള്ളം മാത്രം മതി ആ പൊസിഷൻ ആ സൈഡിൽ പൊക്കുക, തണുത്ത വെള്ളം മാത്രമാണ് ഇപ്പുറത്തെ സൈഡിൽ പൊക്കുക. അതിന് മിക്സ് ചെയ്താൽ വരുന്നതെങ്കിൽ ഈ ഓഫ് പൊസിഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്ട്രൈറ്റ് എടുത്ത് നേരെ പൊക്കി കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇനി ഷവർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഏതാണോ മിക്സ് ചെയ്ത രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്സ് ചെയ്ത് നേരെ പൊക്കതിന് ശേഷം ആ ബട്ടൺ ഫ്രണ്ടിൽ മുകളിലുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബട്ടൺ അവിടെ പ്രസ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഷവറിൽ നിന്നും വെള്ളം ലഭിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ഷവർ നമ്മൾ ഓപ്പോസിഷനിലേക്ക് മാറ്റിയിട്ടു. അതിന് ശേഷം നമ്മൾ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷവർ വർക്ക് ചെയ്യും. അതാണ് ഷവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടോ. അതായത് റെയിൻ ഷവർ നമുക്ക് ഏത് ഷവർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലും എഫക്റ്റ് ചെയ്യുന്ന ഷവറിലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് പ്രഷർ കൂടിയ ടൈപ്പുള്ള അല്ലെങ്കിൽ ലോ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഡൈവേർട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഡൈവേർട്ടർ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രഷർ മാക്സിമം നമുക്ക് ഒഴിവാക്കുക. അത് മാക്സിമം ടാങ്ക് പൊക്കി വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ടാപ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ വളരെ നീറ്റായിരിക്കും. അതുപോലെ തന്നെ ഒറ്റ സ്പൗട്ട് മതി, ഒറ്റ ടാപ്പ് മതി. പിന്നെ ഒറ്റ ടാപ്പും അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മിക്സഡ് ടാപ്പ് സെപ്പറേറ്റ് എമൗണ്ട് മുടക്കേണ്ടി വരും. സെപ്പറേറ്റ് ഒരു മിക്സഡ് ടാപ്പ് വയ്ക്കേണ്ട, രണ്ട് ടാപ്പ് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും സെപ്പറേറ്റ് ടാപ്പ് വയ്ക്കേണ്ടി വരും. പിന്നെ ഒരു ഷവർ വാൽവ് വയ്ക്കേണ്ടി വരും. ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് ഒറ്റ ഡൈവേർട്ടറിൻ്റെ മോഡ്യൂൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ബാത്റൂം വളരെ നീറ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.